സൂക്ഷിക്കാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇവിടെ നിൽക്കുവാനായിട്ട് ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജോബി കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിക്കുമായിരുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വേർഷിപ്പിൽ നമ്മൾ ആ പാട്ട് പാടുന്ന സമയമാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, അതിനുശേഷം നമ്മൾ വചനം കേൾക്കുന്നു, അങ്ങനെ ധരിക്കുന്നു. പക്ഷെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. വചനം വായിക്കുന്നത്, ധ്യാനിക്കുന്നത് ഇറ്റ്സ് എ ഹയർ ഫോം ഓഫ് വേർഷിപ്പ്. നമ്മൾ ദൈവത്തെ മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ആരാധിക്കുന്നതാണ്. ദൈവവചന പാരായണം വേർഷിപ്പിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് മാത്രമല്ല, വേർഷിപ്പിൻ്റെ ഒരു ഹയർ ഫോം ആണെന്നുള്ള കാര്യം അത് വെളിപ്പെടുത്തി തന്നതിന് നന്ദി. നമുക്കിന്ന് ദൈവവചനം ധ്യാനിക്കാം. ഞാൻ നിങ്ങളെല്ലാവരോടും ഞാനൊരു സ്റ്റഡി പോലെയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വേദപുസ്തകം എടുക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. പെട്ടെന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ബൈബിളിൽ അനേകം പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൂതുകൾ മനുഷ്യരോട് അറിയിച്ചവർ. ഞാൻ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില പേരുകളൊന്ന് വിളിച്ച് പറയാമോ? യെശയ്യാവ്, ഇരമ്യാവ്, നമ്മൾ വിട്ടുകളയാതെ പറയുന്ന പേരുകളൊക്കെ. ചില പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ പുസ്തക രൂപത്തിൽ നമുക്കില്ല. ഇപ്പോൾ എലീഷ, ഏലിയാവ് പോലത്തെ പ്രവാചകന്മാരുടെ. പക്ഷേ കുറച്ച് പ്രവാചകന്മാർ പറഞ്ഞത് പുസ്തകങ്ങളായിട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ വലിയ പ്രവചന പുസ്തകങ്ങളായിട്ട്, അതായത് വലിപ്പം കൊണ്ട് വലിയ പ്രവചന പുസ്തകങ്ങളായിട്ട് ലഭിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് യെശയ്യാവ്, ഇരമ്യാവ്, യെഹസ്കേലൊക്കെ. അതിൽ ഇരമ്യാവ് എന്ന് പറയുന്ന പ്രവാചകനെക്കുറിച്ച് അല്പസമയം കൊണ്ട് ഞാനൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ആ പ്രവചന പുസ്തകമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം എല്ലാവരും എടുക്കാം, വേദപുസ്തകമുള്ളവരെല്ലാവരും. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു എനിക്കൊന്ന് കവർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ, ഇരമ്യാവിൻ്റെ ജീവിതത്തിൽ നടന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ ദൈവം നമ്മളോട് ഓരോരുത്തരോടും എപ്രകാരം ഇടപെടുന്നു എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എടുത്തല്ലോ എല്ലാവരും. ഇന്നത്തെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ബീയിങ് ഗോഡ്സ് വോയിസ്, എ സ്റ്റഡി ഓൺ ജെറമയാസ് ലൈഫ്. ഇതൊരു പഠനമായിരിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. കൊച്ചുകുട്ടികളും വലിയവരും എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ. ഇരമ്യാവ് എന്ന പ്രവാചകനെ ദൈവം ആദ്യമായിട്ട് പ്രവാചക ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നതും പ്രവാചക ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുന്നതും അതിനോട് ഇരമ്യാവ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ് ഇരമ്യാവ് 1-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അത് വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ചില ചോദ്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ചിന്ത മുമ്പോട്ട് കൊണ്ടുപോകാം. മായ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഓക്കെ. ദൈവം ഒരു വലിയ നിയോഗത്തിന് വേണ്ടിയിട്ട് ഒരു ബാലനെ വിളിക്കുന്നത്, ബാലൻ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു മനുഷ്യനെ വിളിക്കുകയാണ്. ഓക്കെ. ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഇരമ്യാവിനെ വിളിച്ചത്? നമ്മളവിടെ വായിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചു കാണും. എന്തായിരുന്നു ഇരമ്യാവിനോട് ദൈവം കൊടുത്ത ജോലി? കുട്ടികൾക്ക് പറയാമോ? എന്തായിരുന്നു ജോലി? ജാതികൾക്ക് പ്രവാചകനായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇരമ്യാവ് അങ്ങനെ ദൈവം പറഞ്ഞപ്പോഴത്തേക്ക് 2 എക്സ്ക്യൂസ് പറയുകയാണ്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എനിക്ക് സംസാരിക്കാനായിട്ട് അറിഞ്ഞുകൂടാ. 2, ഞാൻ ബാലനാണ്. ഒന്ന് പറയാമോ? എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. പലപ്പോഴും നമ്മളുമൊക്കെ ഇങ്ങനെ എക്സ്ക്യൂസ് പറയാറില്ലേ? ദൈവം നമ്മളെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ, ദൈവം എനിക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും അറിഞ്ഞുകൂടാ, എനിക്കതിനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങോട്ട് പുറകോട്ട് മാറാറുണ്ട്. ദൈവം പ്രത്യേക പദ്ധതിയോടുകൂടിയാണ് ഓരോ വ്യക്തിയെയും വിളിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വിളി ലഭിക്കുന്നത് ഏത് പ്രായത്തിലാണ്? കൊച്ചു കുഞ്ഞുങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കൊന്നും ആയിരിക്കില്ല, വലിയ വലിയ ആൾക്കാരൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ദൈവം വിളിക്കുന്നതെന്ന്. പ്രായമായവർ വിചാരിക്കും ഞങ്ങൾ പ്രായമായില്ലേ, ഞങ്ങളുടെ ജീവിതം കഴിയാറായി, ഇനി ദൈവം വിളിക്കാൻ പോകുന്ന ചെറിയ പിള്ളേരെ ആയിരിക്കുമെന്ന്. മധ്യവയസ്കർ വിചാരിക്കും ഞങ്ങൾക്കിപ്പം വലിയ തിരക്കുണ്ട്, വേറെ ആരെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ വിളി കേൾക്കട്ടെ. എന്നാൽ നമ്മൾ വേദപുസ്തകം പരിശോധിക്കും
പരിശോധിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ വിളി ഏത് പ്രായത്തിലും ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശമൂവേൽ ബാലനെക്കുറിച്ച് പറയുന്നത് അമ്മയുടെ പാലുകൂടി മാറിയ ഉടനെ ആലയത്തിൽ വന്നവനാണ്. അത് കഴിഞ്ഞ ഉടനെയാണ് ശമൂവേലിന് വളരെ ചെറുപ്പം, മേ ബി ഇതുപോലത്തെയൊക്കെ കൊച്ചു കുഞ്ഞായിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ശമൂവേൽ ബാലന് ദൈവവിളി ലഭിക്കുന്നത്. നമ്മളിവിടെ കാണുന്ന ഇരമ്യാവിന് ദൈവവിളി ലഭിക്കുന്നത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം കഷ്ടിച്ച് 20 വയസ്സ്, അതിൽ താഴെയായിരിക്കും. ആ സമയത്താണ് ദൈവവിളി ലഭിക്കുന്നത്. മോശയ്ക്ക് ദൈവത്തിൻ്റെ വിളി ലഭിച്ചത് 80-ാമത്തെ വയസ്സിൽ. അപ്പോൾ ദൈവത്തിൻ്റെ വിളി ലഭിക്കുവാനായിട്ട് പ്രായം ഒരു പ്രശ്നമല്ല, നമ്മുടെ സാഹചര്യം ഒരു പ്രശ്നമല്ല. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടും ഏത് സമയത്തും ദൈവം സംസാരിക്കാമെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. എന്നാൽ യിരെമ്യാവ് എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ അവരെ ഭയപ്പെടരുത്. എന്തുകൊണ്ട് ദൈവം അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, യിരെമ്യാവ് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2, യിരെമ്യാവ് എപ്രകാരമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. 2 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ദൈവം ആ യിരെമ്യാവിനോട് ഭയപ്പെടരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകും. ആദ്യം നമുക്ക് ചിന്തിക്കാം, യിരെമ്യാവ് ജീവിച്ചിരുന്ന കാലഘട്ടം. നമുക്കറിയാം, ഇസ്രായേലിൽ ആദ്യമൊക്കെ നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു. ശൗൽ രാജാവ് ഉണ്ടായിരുന്നു, ദാവീദ് രാജാവ്, ശലോമോൻ രാജാവ്, ഇങ്ങനെയൊക്കെ നല്ല നല്ല രാജാക്കന്മാരുടെ കാലഘട്ടം ഇസ്രായേലിനുണ്ടായിരുന്നെങ്കിലും പിന്നീട് വന്ന അനേകം രാജാക്കന്മാരും വളരെ ദുഷ്ടന്മാരും മ്ലേച്ഛത നിറഞ്ഞവരും ജനത്തെ കൂടെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചിട്ടുണ്ട്. അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് നല്ല നല്ല രാജാക്കന്മാർ വന്നിട്ടുണ്ടെന്നല്ലാതെ ഭൂരിപക്ഷം പേരും തെറ്റായ മാർഗത്തിലൂടെ പോയവരായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് യിരെമ്യാവ് വരുന്നത്. ഇസ്രായേലിൻ്റെ അവസാനത്തെ നല്ല രാജാവ് എന്നറിയപ്പെടുന്ന യോശിയാവ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് യിരെമ്യാവിന് വിളി ലഭിക്കുന്നത്. എന്നാൽ അതിനുശേഷം വരാൻ പോകുന്നത് ഏറ്റവും ദുഷ്ടന്മാരായിട്ടുള്ള യഹോയാക്കിം സിദക്യാവ് എന്നൊക്കെ പറഞ്ഞ ദുഷ്ടന്മാരായിട്ടുള്ള രാജാവാണ് വരാൻ പോകുന്നത്. അവരുടെ രാജഭരണത്തിന് കീഴിൽ ജനങ്ങളും വളരെ മ്ലേച്ഛത നിറഞ്ഞൊരു ജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ ദൈവം അവർക്ക് ശിക്ഷയായിട്ട് നൽകാൻ പോകുന്ന ഒരു പ്രവാസ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബാബേലുകാർ ഇവരെ അടിമകളായിട്ട് യുദ്ധം ചെയ്ത് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച്. അതിന് തൊട്ട് മുമ്പാണ് യിരെമ്യാവിന് വിളി ലഭിക്കുന്നത്. അപ്പോൾ ജനമെല്ലാം തെറ്റി നടക്കുകയാണ്, ദൈവത്തിൻ്റെ വഴിയിൽ ആരും നടക്കുന്നില്ല. ഈ സമയത്ത് യിരെമ്യാവ് എന്ന ബാലന് വിളി കിട്ടുകയാണ്, യിരെമ്യാവേ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്കൊരാളെ വേണം. അങ്ങനെ യിരെമ്യാവ് എന്ന ബാലനെ ഈ വിളി കേൾക്കുകയാണ്. ഇനി യിരെമ്യാവ് ഈ സമയത്ത് ആരായിരുന്നു, ഏത് കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ യിരെമ്യാവ് 1:1 വായിക്കാം. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിൻ്റെ മകനായ യിരെമ്യാവിൻ്റെ വചനങ്ങൾ. യിരെമ്യാവ് ആരായിരുന്നു എന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണാം. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിൻ്റെ മകനായ യിരെമ്യാവിൻ്റെ വചനങ്ങൾ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു ചെറിയ ഗോത്രമാണ് ബെന്യാമീൻ ദേശം. അവിടുത്തെ ഒരു ചെറിയ പട്ടണമാണ് അനാഥോത്ത്. അവിടെയുള്ള ഒരു സാധാരണ പുരോഹിതൻ ഹിൽക്കിയാവിൻ്റെ മകനാണ് യിരെമ്യാവ്. പുരോഹിതൻ എന്നാൽ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഇതിൽ കൂടെ ഒരു ഡയഗ്രത്തിൽ കൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. പുരോഹിതൻ്റെ അതല്ല, അതിനു മുമ്പുള്ള പുരോഹിതൻ്റെ സ്ലൈഡ്. അന്നത്തെ കാലത്ത് പുരോഹിതന്മാരെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ജനം വഷളായി നടക്കുവാണെങ്കിലും പുരോഹിതന്മാരെന്താ ചെയ്യുന്നത്? ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി യാഗങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ പുരോഹിതന്മാരെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള കാലമാണ്. ഇതുപോലെയൊക്കെയുള്ളൊരു പുരോഹിതൻ്റെ മകനായിരിക്കും യിരെമ്യാവ്. അപ്പം നാച്ചുറലി അന്നത്തെ കാലത്ത് പുരോഹിതന്മാരുടെ മക്കൾ പുരോഹിതന്മാരായി വരുന്നത് പോലെ യിരെമ്യാവും ആരായിട്ടായിരുന്നു ജോലി ചെയ്യേണ്ടത്? ഒരു പുരോഹിതനായിട്ട് തന്നെ ജോലി ചെയ്യേണ്ട ആൾ. അപ്പം ഒരു യൗവനക്കാരൻ എന്ന നിലയിൽ തൻ്റെ മനസ്സിൽ ഓൾറെഡി യിരെമ്യാവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനും വലുതാകും, അപ്പോൾ ഞാനൊരു എൻ്റെ അപ്പനെ പോലെ പുരോഹിതനായിട്ടൊക്കെ ജോലി ചെയ്യും. അങ്ങനെ യിരെമ്യാവിനും തൻ്റേതായ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വിളി ലഭിക്കുന്നത്. ഇനി ദൈവം യിരെമ്യാവിനെ വിളിച്ചത് എന്താകുവാനായിട്ടാണ്? യിരെമ്യാവ് മനസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പുരോഹിതനാകുവാൻ. ദൈവം വിളിച്ചത് എന്താകാനായിട്ട്? പ്രവാചകനാകാനായിട്ടാണ്. ഈ പുരോഹിതനും പ്രവാചകനുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആളുകൾ, ഇവിടെ ദൈവം.
ഈ ആളുകളുടെയും ദൈവത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുരോഹിതൻ. പുരോഹിതൻ ചെയ്യുന്ന ശുശ്രൂഷയുടെ പ്രത്യേകത, ആളുകൾക്കു വേണ്ടി, ഈ ആരോടെ ഡയറക്ഷൻ നോക്കുക, ആളുകൾക്കു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി യാഗങ്ങളൊക്കെ അർപ്പിക്കുകയും ചെയ്യുന്നു. ആളുകൾ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിക്കുന്ന ഒരു വ്യക്തി. അന്നത്തെ കാലത്ത് ജനം വഷളായി നടക്കുന്ന ജനത്തിന് ഈ പുരോഹിതന്മാരോട് വെറുപ്പൊന്നുമില്ല. കാരണം അവർ ചെയ്ത പാപത്തിന് പകരമായിട്ട് യാഗമൊക്കെ കഴിച്ചുകൊണ്ട് ഇവർ നിന്നോളും, ഇവരോട് വെറുപ്പൊന്നുമില്ല. എന്നാൽ പ്രവാചകൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പുരോഹിതൻ മനുഷ്യർക്കു വേണ്ടി ദൈവത്തോട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദൈവം പറയുന്ന കാര്യങ്ങൾ അത് മനുഷ്യർക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യരോട് അറിയിക്കുന്ന വ്യക്തിയാണ് ആര്? പ്രവാചകൻ. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായല്ലോ. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കു വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ആരോട് സംസാരിക്കുന്നു? മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രൊഫഷനാണിത്. ഒരു ഇരമ്യാവ് ജനിച്ചത് ഏത് കുടുംബത്തിലാണ്? പുരോഹിതൻ്റെ കുടുംബത്തിൽ. മനുഷ്യർക്കു വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്ന ആ ജോലി ആർക്കറിയാം? ഇരമ്യാവിനറിയാം. പക്ഷേ മനുഷ്യരോട് ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്ന ആ ജോലി ആർക്കറിഞ്ഞുകൂടാ? ഇരമ്യാവിനെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇരമ്യാവ് പറഞ്ഞു, ദൈവമേ, എനിക്ക് സംസാരിക്കാനായിട്ട് അറിഞ്ഞുകൂടാ. എനിക്ക് ഇതുവരെ പരിചയമുള്ള ജോലി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്ന ആ ജോലി എനിക്ക് പരിചയമുണ്ട്, പക്ഷെ തിരിച്ചുള്ള ആ ജോലി എനിക്ക് പരിചയമില്ല. രണ്ടാമത്തെ എക്സ്ക്യൂസ് എന്താ പറഞ്ഞേ? ഞാൻ ബാലനല്ലോ. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇസ്രായേൽ ജനം ഏറ്റവും വഷളാത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. ആ സമയത്ത് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ സംസാരിക്കുന്ന പ്രവാചകന്മാർ, അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന, ഇനി വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുന്ന പ്രവാചകന്മാരോട് ഇവർക്ക് വളരെ ദേഷ്യമായിരുന്നു. അവരെ കൊന്നുകളയുന്ന കാലഘട്ടമായിരുന്നു ഇരമ്യാവിൻ്റെ കാലഘട്ടം. ദൈവത്തിൻ്റെ വിളി ഇരമ്യാവിന് കിട്ടുന്നതിന് തൊട്ടു മുമ്പ് ഒരു സംഭവം നടന്നായിരുന്നു. നമുക്കറിയാം, യിരെമ്യാ പ്രവചനത്തിൻ്റെ പുസ്തകത്തിന് മുമ്പ് തൊട്ടു മുമ്പ് ഒരു പുസ്തകമുണ്ട്. ഏതാത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. യെശയ്യാ പ്രവാചകൻ എന്ന ശക്തനായ ഒരു പ്രവാചകൻ ആ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ മനശ്ശെ എന്ന് പറഞ്ഞ ദുഷ്ടനായ രാജാവിന് യെശയ്യാ പ്രവാചകൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, പ്രവചിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? യെശയ്യാ പ്രവാചകനെ, നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകം, ഈ പ്രവാചകനെ എന്ത് ചെയ്തെന്നറിയാമോ? വലിച്ചു കൊണ്ടുപോയി 2 തടിക്കഷ്ണങ്ങളുടെ ഇടയിൽ ചേർത്ത് വെച്ചിട്ട് ഈർച്ചവാളുകൊണ്ട് തല അറുത്തു കൊന്നിട്ട് അധികം സമയമായിട്ടില്ല ഇരമ്യാവിന് ഈ വിളി ലഭിക്കുമ്പോൾ. ഇരമ്യാവിനറിയാം യെശയ്യാ പ്രവാചകനെ വാളുകൊണ്ട് അറുത്തു കൊന്നിരിക്കുന്നു. അനേകം പ്രവാചകന്മാരുടെ രക്തം ആ നാട്ടിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇരമ്യാ പ്രവാചകൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ബാലനാ, എനിക്ക് പേടിയാ. പുറത്തു പറഞ്ഞില്ല, പക്ഷെ അവൻ്റെ ഉള്ളിലുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. യെശയ്യാ പ്രവാചകന് വന്നതറിയാം, ബാക്കിയുള്ള സത്യപ്രവാചകന്മാർക്ക് വന്നത് എന്താണെന്ന് ഇരമ്യാവിനറിയാം. അത് ഉള്ളിലുള്ള ഇരമ്യാവ് പറഞ്ഞു, കർത്താവിനോട് നമ്മുടെ അവസ്ഥകൾ എന്താണെങ്കിലും നമുക്ക് തുറന്നു പറയാം കേട്ടോ. ചില സമയത്ത് ദൈവം ചിലതൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ട്. കർത്താവ്, എനിക്ക് പേടിയാവുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം പറഞ്ഞു, നീ അവരെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇരമ്യാവിന് ഈ പ്രോമിസ് കിട്ടി. എന്താ? ഒരു വലിയ പ്രോമിസ് ദൈവം കൊടുത്തു. ഇരമ്യാവ് 1:9-10 വാക്യങ്ങളുമായി ഒന്ന് വായിക്കാമോ? പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഇരമ്യാവ് പറഞ്ഞ എക്സ്ക്യൂസ് ദൈവം സ്വീകരിച്ചില്ല. ദൈവം 2 കാര്യങ്ങൾ പറഞ്ഞു. ഇരമ്യാവെ, നീ എക്സ്ക്യൂസ് പറയുന്നത് ശരി, നിനക്ക് പേടിയാന്നുള്ളത് ശരി, നിനക്ക് സംസാരിപ്പാൻ അറിയില്ല എന്നുള്ളത് ശരി, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? നിന്നെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ, ഹല്ലേലൂയ,
എഫേസ്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു വിശ്വാസികളെക്കുറിച്ച്, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. നമ്മൾ വിചാരിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസമാണ് ദൈവം നമ്മളെ അറിഞ്ഞത്. അല്ലല്ലല്ല, നമ്മുടെ അമ്മയും അപ്പനും കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അല്ല അമ്മയും അപ്പനും ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ്, അല്ല അതിനും മുമ്പ് ആദാമും ഹവ്വയും ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ അറിഞ്ഞായിരുന്നു. നിങ്ങളെ ഓരോരുത്തരെ അറിഞ്ഞായിരുന്നു, നമ്മളെ ഓരോരുത്തരെ അറിഞ്ഞായിരുന്നു. ആ ദൈവത്തിനെ ഒന്ന് സ്തുതിക്കാമോ? ദൈവം പറയുന്നു, നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, അപ്പനും അമ്മയും അറിഞ്ഞില്ല ഉദരത്തിൽ ഉരുവായ സമയം, പക്ഷെ അതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞായിരുന്നു. നിന്റെ പേരെനിക്കറിയാമായിരുന്നു, നീ ആരാകുമെന്ന് എനിക്കറിയായിരുന്നു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ്. നമ്മുടെ അമ്മയാണ് നമ്മളെ ആദ്യം കണ്ടെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ അല്ല, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇരമ്യാവേ, നിനക്ക് സംസാരിപ്പാൻ അറിയത്തില്ല എന്ന് പറയുന്നതൊരു എക്സ്ക്യൂസ് അല്ല. നീ ബാലനാണെന്ന് പറയുന്ന എക്സ്ക്യൂസ് അല്ല. ഐ വാണ്ട് യു. ദൈവം ഇന്ന് ഇരമ്യാവുമാരെ തിരയുകയാണ്. ദൈവം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. എത്രയോ തവണ നമ്മളിത് കേട്ടിരിക്കുന്നു. എന്നാൽ തിരിഞ്ഞിട്ട്, കർത്താവെ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു പ്രാവശ്യം കർത്താവിനോട് ചോദിക്കാൻ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? ഓരോരുത്തരുടെയും ഡ്യൂട്ടി വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരെയും ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വ്യത്യസ്തമായിരിക്കും. പക്ഷെ അല്പസമയം ദൈവത്തോട് ചോദിക്കണം, കർത്താവെ, ഈ ഭൂമിയിൽ എന്നെ കൊണ്ടുവന്നതിന്, ഗർഭപാത്രത്തിൽ നിന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവന്നതിന് അങ്ങയുടെ ഉദ്ദേശം എന്തായിരുന്നു? ചോദിക്കണം ദൈവത്തോട്. ദൈവത്തിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. ഇരമ്യാവ് തുറന്നു പറഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. എന്താ പറഞ്ഞത്? യഹോവ കൈ നീട്ടിയിട്ട് പേടിയുള്ള ഇരമ്യാവിനെ, ബാലനെന്ന് സ്വയം ചിന്തിച്ച ഇരമ്യാവിനെ കൈ നീട്ടി യഹോവ എവിടെ തൊട്ടു? വായിൽ തൊട്ടു. ഹല്ലേലൂയ. അതിനെ പിക്ചർ ഒന്നാണ് ഇവിടെ കണ്ടോ? നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം കൈ നീട്ടി ഇരമ്യാവിൻ്റെ വായെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മിനിസ്ട്രി ചെയ്യുന്നത്, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ സ്വയം ശക്തി കൊണ്ടല്ല. ദൈവം നമ്മളെ തൊട്ടതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ സ്വയം ശക്തിയിൽ ആശ്രയിച്ചു പോയാൽ നമ്മൾ താഴെ വീണു പോകും. പക്ഷെ ദൈവം എന്നെ തൊട്ടതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവിടെ ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്. ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. അനാഥോത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയ ബാലനെ കൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുമോ? സാധിക്കും. ദൈവം ഒരു കാര്യം പറഞ്ഞതാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാധിക്കും. ഇരമ്യാവ് 1:11-12 വാക്യങ്ങൾ. ഇരമ്യാവിന് ഒരു ഉറപ്പ് കൊടുക്കുവാൻ വേണ്ടി ദൈവം ഇരമ്യാവിനെ ഒരു ദർശനം കാണിച്ചു. ആ ദർശനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിക്കുക. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, ഇരമ്യാവേ, നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചു. ബദാം, ജാഗ്രത് വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. ദൈവം ഇരമ്യാവിനെ ഒരു ദർശനം കാണിച്ചു. എന്താ കാണിച്ചതെന്നറിയാമോ? ഇരമ്യാവിനോട് ചോദിച്ചു, നീ എന്താ കാണുന്നത്? ബദാം വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഇരമ്യാവ് പറഞ്ഞു. ഈ ബദാം വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സാധാരണ എല്ലാ വൃക്ഷങ്ങളും പൂക്കുന്ന ഒരു കാലമുണ്ട്. ഏതാ കാലം? സ്പ്രിംഗ് സീസൺ, വസന്തകാലം. പക്ഷെ വസന്തകാലം വരുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര സ്പീഡിൽ എല്ലാ വൃക്ഷങ്ങളെക്കാളും മുമ്പായിട്ട് ഈ ബദാം വൃക്ഷം പൂത്തു നിൽക്കും. ദൈവം പറയുകയാണ്, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം നിവർത്തിക്കാൻ ഞാൻ ജാഗരിച്ചു കൊള്ളും. നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത് നമ്മുടെ അപ്പനല്ല, അമ്മയല്ല, നമ്മുടെ ഭാര്യയല്ല, ഭർത്താവല്ല, സർവശക്തനായ ദൈവമാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ വാക്കുകളെ നിവർത്തിക്കുവാൻ ഞാൻ ജാഗരിച്ചു കൊള്ളും. ഹല്ലേലൂയ. ഇനി ഡൗട്ട് വരുമ്പോൾ ഓർക്കണം, ബദാം വൃക്ഷം ജാഗ്രത. എന്താണെന്നറിയാമോ? വസന്തകാലത്തിന് മുമ്പേ ഇത് പൂക്കും. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിവർത്തിക്കാൻ ദൈവം ജാഗരിച്ചു കൊള്ളും. പ്രിയ ദൈവ പൈതലേ, ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ദൈവം പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. എൻ്റെ വചനങ്ങളെ നിവർത്തിക്കുവാൻ ഞാൻ ജാഗരിച്ചു കൊള്ളും. ഇത് വേറെ ആരും തരുന്ന ഉറപ്പല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി തരുന്ന ഉറപ്പല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തരുന്ന ഉറപ്പാ. ഹല്ലേലൂയ. അതിലും വലിയൊരു ഉറപ്പ് നമുക്ക് എന്താ വേണ്ട? ഹല്ലേലൂയ. തളർന്നു പോകുമ്പോൾ ഈ വാക്യങ്ങൾ എടുത്ത് വായിക്കുക. ഹല്ലേലൂയ.
യിരെമ്യാവ് 1:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, യിരെമ്യാവിന് ഉറപ്പായി ദൈവത്തിൻ്റെ ഉറപ്പ് ഒരുത്തിന് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ അവൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ധൈര്യമായിട്ട് എഴുന്നേറ്റോണം. യിരെമ്യാവ് 1:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യിരെമ്യാവ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവം വ്യക്തമായിട്ട് യിരെമ്യാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം. ബാലന്മാര് സാധാരണ അരകെട്ടാറില്ല. പറയുകയാണ്, നീ അങ്ങോട്ട് അരകെട്ടി അങ്ങോട്ട് എഴുന്നേറ്റ യിരെമ്യാവേ, അരകെട്ടി എഴുന്നേറ്റിട്ട് നിനക്കറിയില്ല പ്രവാചകന്റെ ശുശ്രൂഷ, പക്ഷെ ഞാൻ നിന്നോട് പറയുന്ന ഓരോ കാര്യങ്ങളും നീ ഈ ജനത്തോട് വിളിച്ചു പറയണം. ബാക്കി വായിക്കുമോ? ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുമാക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം മിനിസ്ട്രിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന യിരെമ്യാവിനോട് പറയാ, യിരെമ്യാവേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ വിളിച്ചു പറയണം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, മിനിസ്ട്രി ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അത് പൂക്കളുടെ ഒരു മെത്തയല്ല. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് വളരെ സുഖകരമായിട്ടുള്ള ഒരു ജോലിയാന്ന്. ഈ ഇടയ്ക്ക് ഒരു അമ്മ പറഞ്ഞു, എൻ്റെ മകൻ ശുശ്രൂഷ ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചാണോ? അപ്പോൾ പറയും സ്റ്റേജ് തോറും ഇങ്ങനെ കാറുകളെ നടന്ന് ശുശ്രൂഷിക്കണമെന്ന്. ഞാനപ്പോൾ ചിന്തിച്ചു, മിനിസ്ട്രിയെക്കുറിച്ചുള്ള എത്ര വികലമായിട്ടുള്ള ധാരണ. പലരും ചിന്തിച്ചു വെച്ചേക്ക് ശുശ്രൂഷ എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് വളരെ സുഖമായിട്ട് എ സി കാറെ പോകണം. അല്ല, ഒരിക്കലുമല്ല. അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. യിരെമ്യാവിനോട് പറയാം, അവർ നിന്നോട് യുദ്ധത്തിന് വരും. നമ്മളിപ്പോൾ വളരെ മെറ്റീരിയലിസ്റ്റിക്കാണ്. 21-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിനൊരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. ഇന്ന കാര്യങ്ങൾ നടത്തി തന്നാൽ ഞാൻ നിന്നെ അങ്ങ് ശുശ്രൂഷിച്ചോളാം. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, വേദപുസ്തകത്തിലെ വിശ്വാസവീരന്മാരെന്താ ചെയ്തത്? അവർ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ട് ചോദിച്ചു, ദൈവമേ നിൻ്റെ ഇഷ്ടം എന്താ, ഞങ്ങളത് ചെയ്യട്ടെ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്, ഒന്ന് തിരിച്ചു പറയാമോ? കർത്താവേ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ കൂടെ നടക്കട്ടെ എന്ന് ആര് സമർപ്പിക്കും? ഹല്ലേലൂയ. യിരെമ്യാവിനോട് പറഞ്ഞു, യിരെമ്യാവേ അവർ നിന്നോട് യുദ്ധത്തിന് വരും, പക്ഷെ നീ പേടിക്കണ്ട, സർവശക്തനായ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇനി മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങളും കൂടെ ഓർപ്പിക്കട്ടെ. ഈ യിരെമ്യാവിൻ്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കുവാൻ വേണ്ടി ചില കാര്യങ്ങളിൽ മാത്രം ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഓർപ്പിക്കാൻ സമയമില്ല, ചിലത് മാത്രം. യിരെമ്യാവ് 7:18-19 വാക്യങ്ങൾ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്, ഒന്നിനെ നമസ്കരിക്കരുത്. അബ്രഹാമിന്റെ സന്തതികളായ ഇവരെ സ്വന്തം ജനമായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചത്. എന്നാൽ അവരെന്താ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്തൊന്ന് നോക്കാം. യിരെമ്യാവ് 7:18-19. എനിക്ക് കോപം വരുത്തക്കവണ്ണം അവർ ആകാശരാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയബലി പകരേണ്ടതിനും മക്കൾ വിറകു പെറുക്കുകയും അപ്പന്മാർ തീ കത്തിക്കുകയും സ്ത്രീകൾ മാവ് കുഴയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ എന്നെയോ മുഷിപ്പിക്കുന്നത് സ്വന്തം ലജ്ജയ്ക്കായിട്ട് തങ്ങളെ തന്നെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ ഇസ്രായേൽ മക്കൾക്ക് എന്താണെന്നറിയാമോ? യഹോവയായ ദൈവത്തിന് പ്രത്യേകിച്ചൊരു രൂപമൊന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്തുള്ള ജാതികളൊക്കെ ആരാധിക്കുന്ന ചില രസമുള്ള ചില രൂപങ്ങൾ അവർക്ക് നോക്കി. അങ്ങനെ അവർ കൊണ്ടുവന്ന ഒരു രാജ്ഞിയായിരുന്നു ആകാശരാജ്ഞി. ഓക്കെ, അവരുടെ അടുത്തുള്ള ജാതികളിൽ നിന്നും കടമെടുത്തത്. യഹോവയായ ദൈവം സ്വന്തം ജനം എന്ന് വിളിച്ച് സ്നേഹിച്ച ജനം ആരെ ആരാധിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടം, അതിനു മുമ്പ് തന്നെ തുടങ്ങിയായിരുന്നു. ആ കാലഘട്ടമായപ്പോഴത്തേക്ക് യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ ആരുമില്ല. എല്ലാവരും ആരെ ആരാധിക്കാൻ പോവുകയാണ്? ആകാശരാജ്ഞിയെ. ഓക്കെ, ആകാശരാജ്ഞിയെ ആരാധിക്കാൻ. അപ്പൻ വിറക് വറക്കുന്നു, മോൻ അടുപ്പ് കൂട്ടുന്നു, അമ്മ മാവ് കുഴയ്ക്കുന്നു. യഹോവയുടെ ആലയത്തിൽ യഹോവയോട് പ്രാർത്ഥിക്കാനായിട്ട് ആരുമില്ലാത്ത കാലഘട്ടം. സർവശക്തനായ ദൈവം എത്ര വേദനിച്ചു കാണുമെന്ന് ചിന്തിച്ചു നോക്കുക. ഇത് മാത്രമല്ല അവർ ചെയ്തത്. അടുത്ത ഒന്ന് നോക്കാം. യിരെമ്യാവ് 7:31-32. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിനോം താഴ്വരയിലുള്ള തോഫത്തിലെ പൂജാഗിരികളെ പണിതിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയതുമല്ല. അതുകൊണ്ട് ഇനി അതിന് തോഫത്ത് എന്നും ബെൻഹിനോം താഴ്വര എന്നും പേര് പറയാതെ കുലത്താഴ്വര എന്ന് പേർ വിളിക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വേറെ സ്ഥലമില്ലായക കൊണ്ട് അവർ തോഫത്തിൽ ശവമടക്കും.
ഇരമ്യാവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ വളരെ പ്രബലമായിരുന്ന ഒരു ആചാരത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. മോലേക്ക് എന്ന് പറയുന്ന ഒരു ദേവന് നരബലി ഇഷ്ടവാ. അവരെന്ത് ചെയ്തെന്നറിയാവോ? മറ്റു ജാതികളിൽ നിന്ന് കണ്ടുപഠിച്ചതാ. തങ്ങളുടെ സ്വന്തം പുത്രന്മാരെയും പുത്രിമാരെയും കണ്ടോ, ഒരമ്മ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് കണ്ടോ, മോലേക്ക് ദേവൻ്റെ മുമ്പിൽ അഗ്നിയിലിട്ട് ചുട്ടുകളഞ്ഞ് നരബലി കൊടുക്കുക. ഇത് ഇവരുടെ ഇടയിൽ നോക്കിക്കേ, അമ്മ വരുന്നു, അച്ഛനൊരു കൊച്ചിനെ ആയിട്ട് വരുന്നു, മോലേക്കിൻ്റെ ആ കൈകളൊക്കെ ഇങ്ങനെ ഓക്കെ, ഇത് ചുട്ടു പഴിപ്പിച്ചതുപോലത്തെ കൈകളായിരിക്കും. അതിൽ കൊണ്ട കുഞ്ഞിനെ ഇടുമ്പം ദഹിച്ച് കുഞ്ഞു പോകും. ഇത് അവരുടെ ആരാധനാ രീതിയായി മാറി. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, സർവശക്തനായ ദൈവം വെളിപ്പെട്ട ജനം ഇപ്പോൾ ആരെ ആരാധിക്കുന്നു? ആകാശരാജ്ഞി മോലേക്ക് ദേവന് തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദഹിപ്പിച്ച് ആരാധന കഴിക്കുന്നു. അടുത്തൊന്ന് നോക്കിയേ, എന്നാൽ ഇത് കണ്ടിട്ട് വേദന പൂണ്ടിട്ട് പ്രവചിച്ച അനേകം പ്രവാചകന്മാർ, സത്യപ്രവാചകന്മാർ ആ നാട്ടിലുണ്ടായിരുന്നു. അവരോട് ഇവരെന്താ ചെയ്തതെന്നറിയാമോ? 2:30, ഇരമ്യാവ് 2:30. ഞാൻ നിങ്ങളുടെ മക്കളെ അടിച്ചത് വ്യർത്ഥം, അവർ ബുദ്ധി പഠിച്ചില്ല. നശിപ്പിക്കുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ വാൾ തന്നെ നിങ്ങളുടെ പ്രവാചകന്മാരെ തിന്നുകളഞ്ഞു. അവര് വാളുകൊണ്ട് സത്യപ്രവാചകന്മാരെ വെട്ടിക്കൊന്നു. നിങ്ങൾ ആ ഇസ്രായേൽ കാലഘട്ടത്തിന്റെ ആ ഭീകരത ഒന്ന് മനസ്സിലാക്കുവാൻ ഞാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ വിചാരിക്കുക അവർ ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് വിളിച്ച ആ ജനം, കഴിഞ്ഞ ആഴ്ച ജോബി അത് പറഞ്ഞായിരുന്നു, ഹോശിയായിൽ കൂടെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തായിരുന്നു അല്ലേ? പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെ പോലെ ഇതിവരുടെ സ്വഭാവമായിരുന്നു. ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തെങ്കിലും മറ്റ് ദേവന്മാരുടെ പുറകെ പോയി ആകാശരാജ്ഞിക്ക് മാവ് കുഴയ്ക്കുന്നു, പിന്നെ മോലേക്കിന് കുഞ്ഞുങ്ങളെ ചുട്ടുകൊല്ലുന്നു, പ്രവാചകന്മാരെ വെട്ടിക്കൊല്ലുന്നു. ഈ അതിക്രമങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ദൈവത്തെക്കുറിച്ച് പറയുന്ന ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം കരുണയുള്ള ദൈവമാണ്, പക്ഷെ ദൈവം നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് പാപത്തെ ശിക്ഷിക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. അതുകൊണ്ട് കരുണയുള്ള ദൈവമായതുകൊണ്ട് ദൈവം പല പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയിച്ചു, നിങ്ങൾ മാനസാന്തരപ്പെടണം, ഈ ചെയ്യുന്നത് നിർത്തണം, നിങ്ങൾ സത്യദൈവത്തിലേക്ക് തിരിയണം. പ്രവാചകന്മാർ പ്രവചിക്കാൻ തുടങ്ങി, പ്രവചിച്ചവരെല്ലാം തലയറുത്ത് കൊല്ലാനും തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഇരമ്യാവും എഴുന്നേറ്റ് നിന്ന് പ്രവചിക്കാൻ തുടങ്ങി, മതി ഇസ്രായേലിനെ, ചെയ്യുന്നത് മതി. ചെയ്തില്ലെങ്കിൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ ബാബേൽ നിങ്ങളെ വന്ന് ആക്രമിച്ച് നിങ്ങളെ പ്രവാസികളാക്കി, അടിമകളാക്കി, നിങ്ങളുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് പോകും, നിങ്ങളുടെ യൗവനക്കാരെ ചുട്ടുകൊല്ലും. ഇതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ജനവും ആർക്കെതിരായിട്ട് തിരിയാൻ തുടങ്ങി? ഇരമ്യാവിനെതിരായിട്ട് തിരിയാനായിട്ട് തുടങ്ങി. പക്ഷെ ആ ബാലനായിട്ടുള്ള ആ ഇരമ്യാവ് ധൈര്യത്തോടെ നിന്ന് പറയാനായിട്ട് തുടങ്ങി, സത്യദൈവത്തിലേക്ക് തിരി. ദൈവം നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ, അത് മറ്റുള്ളവരോട് പറയാൻ പറഞ്ഞാൽ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് പറയരുത്. ദൈവം എന്ന് പറയാൻ പറഞ്ഞു അതങ്ങ് പറഞ്ഞേക്കണം. ഹല്ലേലൂയ. പക്ഷേ ഈ സത്യം പറയുമ്പോഴത്തേക്ക് പീഡനം ഉണ്ടാവുമോ? ദൈവം ഇരമ്യാവിനോട് പറഞ്ഞായിരുന്നു, അവർ നിന്നോട് എന്തിനു വരും? യുദ്ധത്തിന് വരും. അസാധാരണമായ പീഡനങ്ങളിൽ കൂടെ ഇദ്ദേഹം കടന്നുപോയി. ഇദ്ദേഹത്തെ ആരൊക്കെ പീഡിപ്പിച്ചു എന്ന് നമുക്ക് നോക്കാം. 12:6 പറയുന്നു, നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു, അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പ് വിളിക്കുന്നു. അവർ നിന്നോട് ചക്കരവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. ഇരമ്യാവിന്റെ സ്വന്തം കുടുംബം, ആ പുരോഹിത കുടുംബം ഇരമ്യാവിനെതിരായി. ഇങ്ങനെയൊന്നും നീ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല, ഇത്രയും കഠിനമായിട്ടൊന്നും പറയേണ്ട, രാജ്യത്തിനെതിരായിട്ട് പറയേണ്ട, രാജാവിനെതിരായിട്ട് നീ പറയേണ്ട, തെറ്റുകൾ ജനങ്ങൾ അങ്ങ് ചെയ്തോട്ടെ, നീ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരമ്യാവിനെതിരായിട്ട് ആര് തിരിഞ്ഞു? ആദ്യം സ്വന്തം കുടുംബത്തിൽ ഉള്ളവർ തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, സത്യം അനുസരിക്കാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവരെ തിരിഞ്ഞു നിൽക്കും. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇരമ്യാവിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഹോശിയോട് ദൈവം പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെ പോയി കല്യാണം കഴിക്കാൻ പറഞ്ഞെങ്കിൽ ഇരമ്യാവിനോട് പറഞ്ഞു, നീ കല്യാണം കഴിക്കണ്ട, കാരണം ആ നാട്ടിലെ ഒരു ഭാര്യയെ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവളും ഇരമ്യാവിനെ കളിയാക്കിയാനെ, ഇതുപോലെ എതിർത്ത് നിന്നേനെ. ഇരമ്യാവിനോട് പറഞ്ഞു, നീ നിന്റെ ആയുഷ്കാലം നീ കല്യാണം കഴിക്കണ്ട, എനിക്ക് നിന്നെ വേണം, നീ ഇത് വിളിച്ചു പറയാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഈ അടുത്തത് നോക്കാം, ആരാ ഇരമ്യാവിനെ പെർസിക്യൂട്ട് ചെയ്തതെന്ന്. 11:21 നോക്കിക്കേ. നീ ഞങ്ങളുടെ കൈയാൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരാ അടുത്തതായിട്ട് ഇരമ്യാവിനെ എതിരായിട്ട് നിന്നത്? അനാഥോത്തുകാർ. അതായത് സ്വന്തം
സ്വന്തം ടൗണിലുള്ള എല്ലാ ജനവും ആർക്കെതിരായിട്ട് നിന്നൊക്കെ ഇരമ്യാവിനെ എങ്ങനെ കൊല്ലണമെന്ന് ചിന്തിച്ച് കുടുംബത്തിലുള്ളവര്, സ്വന്തം പട്ടണത്തിലുള്ളവരെ എല്ലാം ദൈവം വിളിച്ച പ്രവാചകനെതിരായിട്ട് തിരിഞ്ഞു. അതുമാത്രമാണ്, ഒന്നും കൂടെ നോക്കാം, 20:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഇരമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരിന്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ, യഹോവയുടെ ആലയത്തിലെ, ദൈവാലയത്തിലെ മെയിൻ ആള്, അന്നത്തെ വലിയ പുള്ളി പശൂർ പുരോഹിതൻ. ഓക്കെ, വായിച്ചോ. പശൂർ പുരോഹിതൻ കേട്ടിട്ട് ഇരമ്യാ പ്രവാചകനെ അടിച്ചു. യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തിങ്കിലെ ആമത്തിലിട്ടു. പിറ്റേന്നാൾ പശൂർ ഇരമ്യാവെ ആമത്തിൽ നിന്ന് വിട്ടപ്പോൾ ഇരമ്യാവ് അവനോട് പറഞ്ഞത്, യഹോവ നിനക്ക് പശൂർ എന്നല്ല, മാഗോർ മിസാബീബ് സർവത്ര ഭീതി എന്നത്രേ പേർ വിളിച്ചിരിക്കുന്നത്. ഇരമ്യാവിനെതിരായിട്ട് കുടുംബത്തിലുള്ളവർ തിരിഞ്ഞു, അനാഥോത്തിലെ സകല പട്ടണക്കാര് തിരിഞ്ഞു. മാത്രമല്ല, ദൈവാലയത്തിലെ പ്രധാന വിചാരകനെ അടിച്ചു, ആമത്തിലിട്ടു. ആമത്തിലിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇരമ്യാ പ്രവാചകൻ, ഞാൻ നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടിരിക്കുന്നു, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഇരമ്യാവ് ഇപ്പം എവിടെയാണ് കിടക്കുന്നത് നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ ആലോചനകളെ കാണുന്ന രീതികൾക്കൊരു വ്യത്യാസം വരേണ്ടതായിട്ടിരിക്കുന്നു. ഇരമ്യാവ് ഇപ്പം എവിടെയാ? ആമത്തിൽ. നിങ്ങൾക്ക് ഇത് പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും. കാലുകൾ അനക്കാൻ വയ്യ, കൈകൾ അനക്കാൻ വയ്യ, തലയും അനക്കാൻ പറ്റാത്തൊരു പ്രത്യേക പൊസിഷനിൽ, ഏറ്റവും ഡിസ്കംഫർട്ടുള്ള ഒരു പൊസിഷനിൽ ആ രാത്രി മുഴുവൻ ഇട്ടു. എന്നിട്ടും രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് പശൂർ പുരോഹിതനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് സർവത്ര ഭീതി എന്ന് പേരാകുമെന്ന്. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ധൈര്യമാണ്. ദൈവം പറഞ്ഞതിൽ ഒന്ന് ഇത്തിരി മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഇരമ്യാവിന് സുഖമായിട്ട് അവിടെ ജീവിക്കായിരുന്നു. പക്ഷെ ദൈവത്തോട് അനുസരണം കാണിക്കാൻ ആര് തീരുമാനിച്ചു? ഇരമ്യാവ് തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. ആരെങ്കിലും ഒന്ന് മൂക്ക് ചീറ്റിയാൽ, ആരെങ്കിലും ഒന്ന് വെറുതെ ചിരിച്ചാൽ യേശുവിനെ തള്ളി പറഞ്ഞേച്ച് പോണാണോ നമ്മുടെ വിശ്വാസം? ഹല്ലേലൂയ. നമ്മൾ വേദപുസ്തകത്തിലേക്കൊന്ന് നോക്കണം. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആരൊക്കെ ഇരമ്യാവിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞേ? കുടുംബം, പട്ടണക്കാര്, പുരോഹിതൻ. ഓക്കെ, ഇനിയും ഇരമ്യാവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇരമ്യാവിനെ കുറിച്ച് പറയുന്നത് ദ വീപ്പിംഗ് പ്രോഫറ്റ് എന്ന, കരയുന്ന പ്രവാചകൻ. കരയുന്ന പ്രവാചകൻ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നെന്നറിയാമോ? പ്രവചിക്കുമ്പോൾ ചങ്കു പൊട്ടി കരയുമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? യേശു ഇസ്രായേലിലെ സ്ത്രീകളെ നോക്കിയിട്ട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവീൻ. കാരണം ഇരമ്യാവ് ദൈവം കൊടുത്ത വെളിപ്പാടിൽ കണ്ടു ഇസ്രായേലിന് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇസ്രായേലിനോട് വിളിച്ചു പറഞ്ഞു, ദേ ഇതാട്ടോ വരാൻ പോകുന്ന നാശം, പട്ടണം മുഴുവൻ നശിക്കപ്പെടുന്നത് അകക്കണ്ണിൽ കണ്ട ഇരമ്യാവ് കരയാൻ തുടങ്ങി. തെരുവീതികളിലൂടെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ഒന്ന് മാനസാന്തരപ്പെടുവോ? ഒരു വ്യക്തിയും കേൾക്കുന്നില്ല. ഇരമ്യാവിൻ്റെ വിലാപങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഇരമ്യാവ് കരഞ്ഞ് വിലപിച്ച് അവരോട് മാനസാന്തരപ്പെടാൻ പറയുന്ന വ്യക്തിയായിരുന്നു. ഇരമ്യാ പ്രവാചകന്റെ ഒരു ഭാഗം നമുക്ക് വായിക്കാം, 4:19 മുതൽ 27 വരെ. അത് നിങ്ങൾക്ക് ആ ഇരമ്യാ പ്രവചന പുസ്തകം മുഴുവൻ ഇങ്ങനത്തെ കരച്ചിലോട് കൂടിയ പ്രവചനങ്ങളാണ്. പക്ഷെ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാ ഇരമ്യാവ്, നിങ്ങളതൊന്ന് മനസ്സിൽ കാണണം. വഴിനീള ഒരു പ്രവാചകൻ, ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും ചീത്ത പറയുന്നു, എല്ലാവരും ചീത്ത വിളിക്കുന്നു. ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പ്രവചിച്ചുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ബാബേൽ വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകും, നിങ്ങളുടെ പട്ടണം നശിച്ചു പോകും. ആ ഒരു കരച്ചിലിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം, 4:19 മുതൽ 27 വരെ. അയ്യോ എൻ്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ എൻ്റെ ഹൃദയഭിത്തികൾ, എൻ്റെ നെഞ്ചിടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എൻ്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിൻ്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു. ദേശമൊക്കെയും ശൂന്യമായി. പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എൻ്റെ തിരശീലകളും കവർച്ചയായിപ്പോയി. എത്രത്തോളം ഞാൻ കൊടി കണ്ട് കാഹളധ്വനി കേൾക്കേണ്ടി വരും. എൻ്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്കൊട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ, നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭൂമിയെ നോക്കി, അതിനെ പാഴും ശൂന്യവുമായി കണ്ടു.
ഞാൻ ആകാശത്തെ നോക്കി, അതിന് പ്രകാശമില്ലാതെയിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി, അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. ഞാൻ നോക്കി, ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവൻ്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളകയില്ല. ആമേൻ. ഒരു വിലപിച്ചുകൊണ്ട് ഒരു പ്രവാചകൻ പ്രവചിച്ചതായി കാണുന്നത്. ദേശത്ത് മുഴുവൻ അന്വേഷിച്ച് നോക്കി, യഹോവയെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്താൻ കാണാഞ്ഞതിൻ്റെ ദുഃഖത്തിൽ ഇദ്ദേഹം കരഞ്ഞ് പ്രവചിക്കുന്നതാണ് ആ ഭാഗം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് വായിച്ചു നോക്കണമേ. ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നോ അത് ഇദ്ദേഹം പറഞ്ഞു. എന്നാൽ പെർസിക്യൂഷൻസ് അവിടെയൊന്നും നിന്നില്ല. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പഴയ നിയമ പ്രവചന പുസ്തകങ്ങളൊക്കെ, അന്നൊന്നും പുസ്തകങ്ങളൊന്നുമില്ല. അതെങ്ങനെയാണ് നമുക്ക് എഴുതി കിട്ടിയെന്നറിയോ? ഇരമ്യാ പ്രവചന പുസ്തകം. ഇരമ്യാവിനൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, ബാറൂക്ക് എന്ന് പറഞ്ഞിട്ട്. ഇരമ്യാവ് എന്ത് പ്രവചിക്കുന്നോ അതെല്ലാം ചുരുളുകളിൽ ഇങ്ങനെ എഴുതുകയായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ രീതി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, തോൽ ചുരുളുകളിൽ. അപ്പോൾ തന്നെ ഇരമ്യാവ് പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ പ്രവചനങ്ങളെല്ലാം ഇങ്ങനെ എഴുതുമായിരുന്നു. അങ്ങനെ ഇരമ്യാവ് പ്രവചിച്ച കാര്യങ്ങളെല്ലാം ബാരൂക്ക് എഴുതി. ഇതിനെക്കുറിച്ച് ഇരമ്യാവ് ഈ ദേശത്തിന് നാശം വരുവാൻ പോകുന്നു എന്ന് ഇരമ്യാവ് പ്രവചിക്കുന്നു എന്നുള്ള ന്യൂസ് അന്നത്തെ രാജാവിന് ചെവിയിൽ കിട്ടി. എന്ത് പറഞ്ഞെന്നറിയാമോ? ആ ചുരുൾ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. 36-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 36-32. നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോശിയാവിന്റെ കാലത്ത് നിന്നോട് സംസാരിച്ച അതിനു മുമ്പ് 21 മുതൽ 26 വരെ. രാജാവ് ചുരുൾ എടുത്തുകൊണ്ട് വരുവാൻ യഹൂദിയെ അയച്ചു. അവൻ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു. യഹൂദി അത് രാജാവിനെയും രാജാവിൻ്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്തഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവൻ്റെ മുമ്പാകെ നെരിപ്പോടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോടിലെ തീയിൽ വെന്തു പോകും വരെ നെരിപ്പോടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ ചുട്ടുകളയരുത് എന്ന് ഏൽനാഥാനും ദലയ്യാവും ശെമയ്യാവും രാജാവിനോട് അപേക്ഷിച്ചുവെങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും ഇരമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യെരഹമേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരയ്യാവോടും അദ്ലേവിൻ്റെ മകനായ ശെലെമ്യാവയോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. ഇന്ന് നിങ്ങളുടെ എല്ലാം ബൈബിളിൽ ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകമുണ്ട് അല്ലേ? അത് ആദ്യം എഴുതിയത് എന്തിലാന്നാ പറഞ്ഞേ? തോൽ ചുരുളിൽ ബാരൂക്ക് എഴുതിയതാ, ഇരമ്യാവ് പ്രവചിക്കുന്നത് കേട്ട്. നിങ്ങൾക്കറിയാമോ അന്നത്തെ രാജാവ് എന്താ ചെയ്തത്? അരുണ സ്ലൈഡ്. ആ ചുരുള് എടുപ്പിച്ചിട്ട് അത് കത്തി കൊണ്ട് കീറിയിട്ട് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. രാജാവ് വിചാരിച്ചു, ഇരമ്യാവ് പ്രവചിച്ച ഈ പ്രവചനങ്ങൾ ഇനി ഒരു മനുഷ്യനും വായിക്കാൻ പോകുന്നില്ല, കേൾക്കാൻ പോകുന്നില്ല. പക്ഷെ സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ദൈവവചനത്തെ നശിപ്പിക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. 36-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം ഒന്ന് വായിക്കാവോ മായേ? അങ്ങനെ ഇരമ്യാവ് മറ്റൊരു ചുരുളെടുത്ത് നേര്യാവിൻ്റെ മകൻ ബാരൂക്ക് എന്ന എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദ രാജാവായ യെഹോയാക്കീം തീയിലിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും ഇരമ്യാവിൻ്റെ വാമൊഴി പ്രകാരം അതിലെഴുതി. അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു. സ്തോത്രം. ഒരു പ്രാവശ്യവും കൂടെ ബാരൂക്ക് എന്ത് ചെയ്തെന്നറിയാമോ? രാജാവ് വിചാരിച്ച് ഇരമ്യാവ് ഇതൊക്കെ മറന്നുപോയെന്ന്. പക്ഷെ വള്ളി പുള്ളി മറക്കാതെ വീണ്ടും എഴുതി. ഇരമ്യാവിൻ്റെ 1-ാം അധ്യായം നമ്മൾ കാണുന്ന വചനം തൊട്ട് ഇപ്പോൾ വരെയുള്ള നമ്മൾ വായിച്ചത് 36-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ ആരെഴുതി? ബാരൂക്ക് അങ്ങോട്ട് എഴുതി. 2ാമത് എഴുതി. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ പ്രിയപ്പെട്ടവരെ ഇരമ്യാവിൻ്റെ ചുരുളുകളിൽ അന്ന് എഴുതിയ ആ പുസ്തകം കയ്യിലിരിക്കുന്ന. ആ പുസ്തകം നോക്കിയൊന്ന് സ്തോത്രം പറയാമോ? അന്നത്തെ രാജാവ് ചുരുള് തിട്ടിക്കേറിയിട്ട് തീയിലിട്ട് ചുട്ട് കളഞ്ഞതാ. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. എത്ര മഹത്വകരമാണെന്നറിയോ ഈ ബൈബിളിൻ്റെ കഥകൾ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനത്തെ മാറ്റിക്കളയുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ വിചാരിക്കും ചില ഭാഗങ്ങൾ നമുക്കിഷ്ടമില്ല, അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിക്കാവുന്ന. ആ രാജാവിന് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ കത്തിച്ചു കളയാൻ
കളയാൻ രാജാവ് നോക്കി. പക്ഷെ വേദപുസ്തകത്തിലെ ഒരു ഭാഗവും മാറ്റിക്കളയുവാൻ, നമുക്കത് ഇഷ്ടമാണെങ്കിലും കളയുവാൻ പ്രമാണമില്ല. ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ്, ഇതെല്ലാം ഉപയോഗിക്കേണ്ടതാണ്. ഇത് എന്ന് ഭൂമിയുള്ള കാലത്തോളം മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചനമാണ്. ഹല്ലേലൂയ. എന്നാൽ യിരെമ്യാവിന്റെ ജീവിതം പിന്നെയും സുഖകരമായിരുന്നില്ല. 37:16 നമുക്ക് കാണാം, ജയിലിലോട്ട്, കുണ്ടറയിലോട്ടാണ് യിരെമ്യാവിനെ രാജാവ് വിട്ടത്. അങ്ങനെ യിരെമ്യാവ് കുണ്ടറയിലെ നിലവറകളിലായി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു. എവിടെയാ ഇപ്പം ദൈവത്തിന്റെ വിളി കേട്ട ആ ബാലൻ എത്ര വർഷം യിരെമ്യാവ് പ്രവചിച്ചെന്നറിയാവോ? 40 വർഷം പ്രവചിച്ച, പ്രായമായിക്കൊണ്ടിരിക്കുക. എവിടെയാ ഇപ്പൊ കിടക്കുന്നത്? കുണ്ടറയില്. ദൈവം വിളിച്ചവൻ കിടക്കുന്ന എവിടെയാ? കുണ്ടറയിൽ. ആൾക്കാർ പരിഹസിച്ച് കാണും, വലിയ പ്രവാചകനാണ്. ഇപ്പൊ കിടക്കുന്ന എവിടെയാ? കുണ്ടറയില്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി പെർഫെക്റ്റ് ആണ്. ഹല്ലേലൂയ. കുണ്ടറയിൽ കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ റിലീസ് ചെയ്തു. കാരാഗ്രഹത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്നു. ഒരപ്പം ഒരു ദിവസം ഭക്ഷിക്കാൻ കൊടുക്കുമായിരുന്നു യിരെമ്യാവിന്. പ്രവാചകനല്ലേ, ഒരപ്പം ജീവൻ നിലനിർത്താനായിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ കുണ്ടറ കടന്നാലും കാരാഗ്രഹമുറ്റത്ത് പറഞ്ഞാലും ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ളവൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെയും പേടിയില്ല, പിന്നെയും വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. വിളിച്ചു പറയാൻ തുടങ്ങി, രാജാവേ, ജനമേ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ബാബേലുകാർ വരുന്നുണ്ട്, നിങ്ങളെ പിടിച്ചോണ്ട് പോകും. അടുത്തത് അവരെന്താ ചെയ്തെന്നറിയാമോ? ഏറ്റവും ക്രൂരമായ കാര്യം യിരെമ്യാവിനോട് ചെയ്തു. എന്താണെന്നറിയാം? 38:6 ഒരു വലിയ ചെളിക്കുഴി ഉണ്ടായിരുന്നു. ആ ചെളിക്കുഴിയിലേക്ക് യിരെമ്യാവിനെ താഴ്ത്തി. വായിക്കാം. അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. യിരെമ്യാവ് ചെളിയിൽ താണു. കയറുകൊണ്ട് ഇറക്കിയിട്ട് താണു പോണ യിരെമ്യാവിനെ കണ്ടോ? ചില സമയത്ത് താണു പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിന്നെ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവം കണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്താണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ നീ ഇപ്പം ഇവിടെ കിടക്കുന്ന എവിടെയാ? ചെളിക്കുണ്ടില്. ജനവും പരിഹസിച്ച് ചോദിച്ചു കാണും. യിരെമ്യാവ് താണു തുടങ്ങുകയായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളെ കൊണ്ടല്ല, വേറൊരു രാജ്യക്കാരനായ ആ നാട്ടിലെ ഒരു ഷണ്ണനെ കൊണ്ട് ദൈവം രാജാവിനോട് സംസാരിപ്പിച്ചു. അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. യിരെമ്യാവ് ചെളിയിൽ കിടക്കുന്നു, യിരെമ്യാവ് കുണ്ടറയിൽ കിടക്കുന്നു, യിരെമ്യാവിനെ ആളുകൾ പരിഹസിക്കുന്നു, വീട്ടിലുള്ളവർ തള്ളിക്കളയുന്നു, പുരോഹിത നാമത്തിലിടുന്നു. യിരെമ്യാവ് നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വേദന ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കും, നമ്മൾ ഈ ബൈബിളിൽ വായിക്കുന്നവരൊക്കെ ഏതാണ്ട് സൂപ്പർമാനെ പോലെയുള്ള വികാരങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ല. അവരും എന്നെയും നിങ്ങളെയും പോലെ സാധാരണ മനുഷ്യരായിരുന്നു. ഈ ടോർച്ചറിന്റെ ആധിക്യം കാരണം യിരെമ്യാവിന്റെയും ഹൃദയം തകർന്നു പോയ സമയമുണ്ടായിരുന്നു. യിരെമ്യാവ് നിലവിളിച്ചു, എന്തിനാ എൻ്റെ ദൈവമേ എന്നെ ജനിപ്പിച്ചതെന്ന്. 20-ാം അധ്യായം 7-8 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. ദൈവമേ, എനിക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു, നീ എന്നെ എന്ത് ചെയ്തതാ? സമ്മതിപ്പിച്ചതാ. ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. യിരെമ്യാവ് സാധാരണ മനുഷ്യനായിരുന്നോ? യിരെമ്യാവും നെടുവീർപ്പിട്ടിട്ടുണ്ട്. യിരെമ്യാവും തളർന്നുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹവും അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കും, എനിക്ക് മാത്രമല്ല എപ്പോഴും മനസ്സ് തളർന്നു പോണ അവസ്ഥ. അല്ലല്ല, വേദപുസ്തകത്തിലെ പല വിശ്വാസവീരന്മാരും ഇതുപോലെ തളർന്നു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അത് എന്തിനാണെന്നറിയോ സത്യമായിട്ടും ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, അവർ ആ തളർന്ന അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുകയല്ലായിരുന്നു. അടുത്ത സമയത്ത് ദൈവവചനം വായിച്ച് ബലപ്പെടുകയാണ് ചെയ്തതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയ ഒരു വാക്യം കൂടെ വായിക്കാം. യിരെമ്യാവിൻ്റെ ഡിപ്രഷൻ്റെ ആ വേദനയുടെ ഏറ്റവും ആധിക്യത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ 20-14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രവും എല്ലായ്പ്പോഴും നിറഞ്ഞതും ആയിരിക്കേണ്ടതിന് ആ മനുഷ്യനെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയായക കൊണ്ട് അവൻ യഹോവ അനുദപിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെ പോലെ ആയിത്തീരട്ടെ. രാവിലെ അവൻ നിലവിളിയും ഉച്ച സമയത്ത് പോർവിളിയും കേൾക്കുമാറാകട്ടെ. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചുകൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്?
സ്വന്തം കുടുംബം തള്ളിയപ്പോഴത്തേക്ക്, ആളുകളെല്ലാം ഒറ്റപ്പെടുത്തിയപ്പോഴത്തേക്ക്, കുണ്ടറയിലിട്ടപ്പോൾ, ആമത്തിലിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരവും വേദനിച്ചു കാണും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവരും മനുഷ്യരായിരുന്നു, അവരും ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നുപോയെങ്കിലും ഇരമ്യാവ് തളർന്ന അവസ്ഥയിൽ ഇരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. 20:11 വായിച്ചു നോക്കിക്കേ. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാകിയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഞാനിപ്പോൾ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുകയാണ് എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഈ സാഹചര്യമെന്ന്. ഒരു വിശ്വാസി എന്ന നിലയിൽ ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് അത് പറയാനായിട്ട് നാണക്കേടായിരിക്കും. പക്ഷെ നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൻ്റെ അവസ്ഥയും അറിയുന്ന സർവജ്ഞാനിയായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങളോട് പറയുകയാണ്, ഇരമ്യാവ് പറഞ്ഞ പോലെ പറ, ഞാനൊരു മഹാവീരനെ പോലെ നിന്റെ കൂടെയുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ഫീലിങ്സ് എല്ലാം നന്നായി മനസ്സിലാക്കുന്ന ഒരു ദൈവമാട്ടോ മുകളിലുണ്ടാകുന്നത്. അല്ലാണ്ട് ഒന്ന് തളർന്നു പോകുമ്പോഴത്തേക്ക് ഇനി ഇവനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മളെ സ്നേഹത്താൽ സ്നേഹിച്ച ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇരമ്യാവ് ചെളിക്കുണ്ടിൽ താഴുകയായിരുന്നു. എല്ലാവരും വിചാരിച്ചു ഇനി ഇങ്ങനെ പ്രവചിക്കാൻ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ ഇല്ല എന്ന് വിചാരിച്ചപ്പോൾ ദൈവം കൂശ്യനായ ഒരു ഷണ്ണനെ എഴുന്നേൽപ്പിച്ചു. അവൻ യഹൂദനല്ലായിരുന്നു. ചിലപ്പോൾ ദൈവം ജാതികളിൽ കൂടെ നിനക്ക് നന്മ വരുത്തും. ഹല്ലേലൂയ. 38:7-8 വാക്യങ്ങൾ പറയുന്നു. അവർ ഇരമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് രാജഗൃഹത്തിൽ ഉണ്ടായിരുന്ന ക്രൂശ്യനായ ഏബദ് മേലക് എന്ന ഷണ്ണൻ കേട്ടു. അന്ന് രാജാവ് ബെന്യാമീൻ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ഏബദ് മേലക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു. ഈ ഷണ്ണനെ ഉപയോഗിച്ച് താണുകൊണ്ടിരുന്ന, ചെളിക്കുണ്ടിൽ താണുപോയി, കുറച്ചും കൂടെ താണാൻ ഇരമ്യാവ് തീരുകയാണ്. പക്ഷെ കയറുകൊണ്ട് ദൈവം അവനെ പൊക്കിയെടുപ്പിച്ചു. ഞാൻ വിചാരിക്കുന്ന ഈ ഷണ്ണൻ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉള്ള മനുഷ്യനായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇരമ്യാവ് പുറത്തു വന്നു. നിങ്ങൾ എത്ര ചെളിയിൽ താണു, ഇപ്പം തീരുവാന്ന് ജനം വിധി എഴുതിയാലും അതിൽ നിന്ന് ഏബേദ് മെലേക്കിനെ ഉപയോഗിച്ച് ഇരമ്യാവിനെ പുറത്തു കൊണ്ട് വന്ന ദൈവം നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. ഹല്ലേലൂയ. ഈ ദൈവം ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെയുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയണം. ഹല്ലേലൂയ. പറഞ്ഞേ, മഹാവീരനെ പോലെ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇരമ്യാവ് പുറത്തു വന്നു. 38:13 പറയുന്നു, അവൻ കാവൽപുരമുറ്റത്ത് പാർത്തു. രാജകൊട്ടാരത്തിൻ്റെ ആ പരിസരത്തൊക്കെ ആയിട്ട് പിന്നെയും പ്രവചിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവം ഒരു ദർശനം ഇരമ്യാവിനെ കാണിച്ചായിരുന്നു. എന്തായിരുന്നു? ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ്. എൻ്റെ വചനങ്ങളെ നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. ഇരമ്യാവ് 40 വർഷം വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയാമോ? 1-2 ദിവസമല്ല, 40 വർഷം തളരാതെ വിളിച്ചു പറഞ്ഞു ഉണ്ടായിരുന്നു, മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ ശിക്ഷാവിധി വരുന്നു, ബാബേൽ രാജാവ് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് വിളിച്ചു പറഞ്ഞു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചു. അന്നത്തെ കാലത്തെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായ ബാബേൽ രാജ്യത്തെ രാജാവായ നെബുക്കദ്നേസർ രാജാവിൻ്റെ പട്ടണം ഇരമ്യാവ് പ്രവചിച്ചതുപോലെ തന്നെ, ഇരമ്യാവ് ഞാൻ വിചാരിക്കാം പ്രവചിച്ചോണ്ട് നിൽക്കുമായിരിക്കും, വളഞ്ഞു. ഹല്ലേലൂയ. ഇതുപോലെയാ ഇന്നും. കർത്താവ് വരാൻ പോകുന്നു. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകും. വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയില്ല, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. അവൻ്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന സത്യമാണ്. കാരണം യഹോവയുടെ വായാണ് ഇതൊക്കെ അരുളി ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളാൽ കഴിയുന്നിടത്തോളം ആളുകളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ള ഒരു ഭാരം ഇരമ്യാവിനെ പോലെ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ. നെബൂഖദ്നേസർ രാജാവ് ആക്രമിച്ചു, ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി. ഇരമ്യാവ് പ്രവചിച്ചതുപോലെ ആ പട്ടണം ശൂന്യമായി. ആളുകളെ കൊന്നൊടുക്കി. ഏറ്റവും മിടുക്കന്മാരെ മാത്രം പിടിച്ചുകൊണ്ട് പോകാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് അവിടെ നിന്ന് കൊള്ളാവുന്ന കുറേ പേരെ, ഇത്തിരി ആരോഗ്യമുള്ള എല്ലാത്തിനെയും ക്യാപ്റ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകണ സീനായത്. ബാബേലിലേക്ക് പ്രവാസികളായിട്ട് കൊണ്ടുപോവുക. ചെങ്ങലക്കിട്ടുകൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക. ആര് കൊണ്ടുപോവുകയാണ്? ബാബേൽ രാജാവായ നെബൂഖദ്നേസർ. ആദ്യത്തെ ഒരു പ്രാവശ്യം ആക്രമിച്ച് കുറച്ചു പേരെ കൊണ്ടുപോയായിരുന്നു. ഇത് രണ്ടാമത്തെ ആക്രമണത്തെക്കുറിച്ച്. ദേശം ശൂന്യമാക്കുന്ന വിധം ആക്രമിച്ച് കൊണ്ടുപോവുകയാണ്. കുറച്ചു പേര് മാത്രമേ ഇനി ഇസ്രായേലിലുള്ളൂ. ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുകയാണ് ഏകദേശം ഇവിടെയായിട്ട് ഇരമ്യാവുമുണ്ട്. ചെങ്ങല ധരിച്ചോണ്ട് ആരുണ്ട്? പ്രവചിച്ച ഇരമ്യാവും ബാബേലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യത്യാസം വരത്തില്ല. ചങ്ങല ധരിച്ച് പ്രവചനം കേട്ടവരും പ്രവചിച്ചയാളും ഈ കൂട്ടത്തിലുണ്ട്. ഇവരെങ്ങനെ അടിമകളായിട്ട് എങ്ങോട്ട് പോവുക? ബാബേലിലേക്ക് പോവുകയാണ്. ഞാൻ വിചാരിക്കുക അവിടെ നിന്നും ആര് പ്രവചിച്ചു കാണും? ഇരമ്യാവ് പ്രവചിച്ചു കാണും. നമുക്കതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്നാൽ 42-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 40-ാം അധ്യായത്തിൻ്റെ ആ തുടക്കത്തിൽ അത് പറയുന്നുണ്ട്. ഇവരെ കൊണ്ടുപോകുന്ന നെബൂഖദ്നേസർ രാജാവിൻ്റെ സേനാനായകൻ, അവരുടെ ആ ലീഡർ ഉണ്ടായിരുന്നു, ബാബേലിൽ നിന്ന് വന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരാൾ, എങ്ങനെയോ അറിഞ്ഞു ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഇരമ്യാവെന്ന് പറഞ്ഞ ഒരു പ്രവാചകനുണ്ട്. 40 വർഷമായിട്ട് ഞങ്ങളിവിടെ പിടിച്ചടക്കാൻ പോവുക എന്നുള്ള കാര്യം, ഞങ്ങളിങ്ങനെ ആളുകളെ പിടിച്ചോണ്ട് പോവുക എന്നുള്ള കാര്യം പ്രവചിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവാചകൻ ഈ കൂട്ടത്തിൽ നിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സേനാനായകൻ വേഗം തന്റെ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഓടി ആ തടവുകാരായിട്ട് പിടിച്ചോണ്ട് പോണ ആ ഗ്രൂപ്പിന്റെ ഇടയിൽ കൂടെ ഓടി വന്ന് ഇരമ്യാവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇരമ്യാവേ, നീ പ്രവാചകനാണെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. നീ വേണമെങ്കിൽ ബാബേലിൽ വന്ന് ഏറ്റവും നന്നായിട്ട് താമസിച്ചോ, ഇല്ലെങ്കിൽ നീ തിരിച്ചു പോയിട്ട് ഇസ്രായേൽ ഏറ്റവും സുഖമായിട്ട് ജീവിച്ചോ. ബാക്കി എല്ലാവരും തടവുകാര്. ദൈവം സേനാനായകനെ ഉപയോഗിച്ച് ഇരമ്യാവിനെ വിടുവിക്കും. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. 40-4 മുതൽ 6 വരെ. ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ചു നിന്നെ വിട്ടയക്കുന്നു. സേനാനായകൻ പറയാ, നിന്റെ ചങ്ങല മാത്രം ഞാൻ അഴിച്ചു വിടുകയാണ്. എന്നോട് കൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. യജമാനൻ അടിമയോട് പറയുന്ന ആണോ അത്? അല്ല, നേരെ തിരിച്ചു പറയാ, പ്രവാചക നിനക്കിഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാമെന്ന്. എന്നോട് കൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരണ്ട. ഇതാ ദേശമൊക്കെയും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പൊയ്ക്കൊള്ളുക. അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയായിരിക്കുന്ന ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദല്യാവിന്റെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിന്റെ മധ്യേ പാർക്ക. അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അകമ്പടി നായകൻ വഴിച്ചിലവും സമ്മാനവും കൊടുത്ത് അവനെ യാത്ര അയച്ചു. അങ്ങനെ ഇരമ്യാവ് മിസ്പയിൽ അഹീക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരുമോ? ഒരിക്കലും ഇല്ല. ദൈവം ഇരമ്യാവിനോട് എന്താ പ്രവചിച്ചിരുന്നത്? ആദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ നിന്നെ ജാതികൾക്കും രാജ്യങ്ങൾക്കും മുകളിലാക്കും. നടന്നോ? സേനാനായകൻ വന്ന് പറയാ, ദേശമെല്ലാം നിന്റെ കയ്യിലിരിക്കുന്നു ഇരമ്യാവേ. അനാഥാത്തുകാർ പോയി, രാജാവ് പോയി, പട്ടണക്കാർ പോയി, ഇനി ദേശമെല്ലാം നിന്റെ കയ്യിലിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് ഈ രാജ്യത്ത് നീ ചെയ്തു കൊള്ളുക. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കത്തില്ല എന്ന് നമുക്ക് തോന്നിയാലും സമയമാകുമ്പോൾ, തക്ക സമയമാകുമ്പോൾ അത് നടക്കും. ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ്, അങ്ങനെ ഒരു ഓഫറാണ് ഇന്നത്തെ കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ന്യായമായിട്ടും എന്ത് ചെയ്തേനെ? അവിടെ എല്ലാം നശിച്ചു സേനാനായക. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ബാബേലിൽ വന്ന് എനിക്കൊരു കൊട്ടാരം തന്നാൽ മതി, അവിടെ ഞാൻ സുഖമായിട്ട് താമസിച്ചോളാം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ജനത്തെ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് ഇരമ്യാവിൻ്റെ ഹൃദയം കാണിച്ചിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇരമ്യാവ് പറഞ്ഞു, എനിക്ക് തിരിച്ചെൻ്റെ ദേശത്ത് പോകണം. കാരണം കുറച്ച് ജനങ്ങളും കൂടെ അവിടെ കടപ്പുണ്ട്. അവരോട് എനിക്ക് പ്രവചിക്കണം, അവരോട് എനിക്ക് മാനസാന്തരപ്പെടാൻ പറയണം. ദൈവത്തിൻ്റെ വേലയേക്കാൾ ഒരു സ്ഥാനമാനത്തെയും ഒരു പ്രതാപത്തെയും ഇരമ്യാവ് സ്നേഹിച്ചില്ല. എന്ത് നല്ല മാതൃക! ദൈവവേലയിൽ ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്ന, ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുപോലെ നമ്മുടെ മനസ്സ്. ദൈവവേല ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവജനത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ചെയ്യുവാൻ തീരുമാനിക്കണം. വേറെന്തെങ്കിലും കണ്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കുഴഞ്ഞു പോകും. ഹല്ലേലൂയ. ഇരമ്യാവ് തിരിച്ച്, ഞാൻ ആ കഥ ഷോർട്ടാക്കി നിങ്ങളോട് പറയാം. ഇരമ്യാവ് തിരിച്ച് ഇസ്രായേലിൽ ചെന്നു. ആ ദേശം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, കുറച്ച് പേരെ ഇനി ബാക്കിയുള്ള അവിടെ. എന്നാൽ ഇരമ്യാവ് എന്ത് ചെയ്തെന്നറിയാമോ? പിന്നെയും പ്രവചിക്കാൻ തുടങ്ങി. നിങ്ങൾ മാനസാന്തരപ്പെടുന്നു പറഞ്ഞിട്ട്, എന്നിട്ടും അവരിൽ ഒരാളും മാനസാന്തരപ്പെട്ടില്ല എന്നാണ് ഇരമ്യാവിൻ്റെ പുസ്തകം പറയുന്നത്. ഒരാളും മാനസാന്തരപ്പെട്ടില്ല. ഗിദല്യാവ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഇരമ്യാവ് കുറച്ച് നാളൊക്കെ അവിടെ പ്രവർത്തിച്ചു നോക്കി. പക്ഷെ ഗിദല്യാവിനെ അവിടെയുള്ളവർ കൊന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബാക്കിയുണ്ട് ഇസ്രായേലിലുണ്ടല്ലോ, പിന്നെയും ബാബേലിൻ്റെ ആക്രമണം വരുമെന്ന് പേടിച്ച് അവർ ഈജിപ്തിലേക്ക് പോയി കളഞ്ഞു. ഇരമ്യാവ് അവരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈജിപ്തിൽ പോവരുത്, നിങ്ങൾ ഇസ്രായേലിൽ തന്നെ നിന്ന് മാനസാന്തരപ്പെട്ട് നിന്നാൽ ദൈവം നിങ്ങളെ വീണ്ടും പണിയും, നിങ്ങളെ അനുഗ്രഹിക്കും. 42:22 ഒന്ന് വായിക്കാമായ. ഞാൻ ഇന്ന്
അത് നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. നിങ്ങളോ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഞാൻ മുഖാന്തരം അവൻ നിങ്ങളോട് അറിയിച്ച കാര്യമൊന്നും അനുസരിച്ചിട്ടില്ല. ഇതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് പാർപ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് അവർ ഈജിപ്തിലോട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുക. അവിടെ വെച്ച് നിങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇരമ്യാവ് പറഞ്ഞു. പക്ഷെ അവർ കേട്ടില്ല. അവർ തിരിച്ച് ഈജിപ്തിലോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. ഇരമ്യാവിന് ഈജിപ്തിലോട്ട് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല, ബാരൂക്കിനും ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷെ ഇരമ്യാവും ബാരൂക്കും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർ ബാബേലിന് വേണ്ടി ചാരന്മാരായി പ്രവർത്തിക്കുമെന്ന് പേടിച്ചിട്ട് ഇരമ്യാവിനെയും വലിച്ചുകൊണ്ട് അവർ ഈജിപ്തിലോട്ട് പോയി. അവിടെ ഒരു സഡൻ എൻഡാണ് നമ്മൾ ആ ഇരമ്യ പ്രവചന പുസ്തകത്തിൽ കാണുന്നത്. വലിച്ചുകൊണ്ട് ഇരമ്യാവിനെ ഈജിപ്തിലേക്ക് പോകുന്നു. ഒരു പക്ഷേ ഈജിപ്തിൽ ചെന്നും തൻ്റെ പ്രവചനം അദ്ദേഹം തുടർന്നു. 43 മുതൽ 52 വരെയുള്ള അധ്യായങ്ങൾ അതാ പറയുന്നത്. അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു കാണും. ഇതാണ് ഇരമ്യാവിൻ്റെ ചരിത്രം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു വേർഡ് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സക്സസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമ്മൾ ഈ ലോകത്തിൽ വിജയിച്ച അനേകരെ കുറിച്ച് പറയാറുണ്ട്. പണം സമ്പാദിച്ചവർ, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പിടിച്ചവർ, വലിയ വലിയ ജോലി നേടിയവർ, വലിയ വലിയ എസ്റ്റേറ്റുകൾ മേടിച്ചു കൂട്ടിയവർ, തങ്ങളുടെ ജീവിതം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തവർ, ഇവരെയൊക്കെ നമ്മൾ എന്ത് പറയും? വിജയിച്ചവരെന്ന് പറയും. നിങ്ങൾ ഇന്ന് ഇരമ്യാവിൻ്റെ ചരിത്രം കേട്ടു. ഒരു ബാലനായിരുന്നപ്പോൾ ഇരമ്യാവിനെ ദൈവം വിളിച്ചതായിരുന്നു. നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ കണ്ടതാണ്, അറിഞ്ഞതാണ്. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ നിയമിച്ചതാണെന്ന് ഇരമ്യാവ് കേട്ടതാണ്. പക്ഷെ ഇരമ്യാവിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഇരമ്യാവിൻ്റെ ജീവിതം 40 വർഷം പ്രവചിച്ചിട്ട് ഒരാൾ തിരിഞ്ഞോ? ലോകപ്രകാരം നോക്കുവാണെങ്കിൽ ഒരു പരാജയമെന്ന് പറയാവുന്ന ഒരു ജീവിതമായിരുന്നു ഇരമ്യാവിൻ്റേത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ ഈ കരയുന്ന പ്രവാചകൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ നമ്മൾ ഒന്നും നേടിയില്ലെങ്കിലും ദൈവഹിത പ്രകാരം നമുക്ക് ജീവിക്കുവാൻ സാധിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം പോയെങ്കിൽ അതിലും വലിയൊരു വിജയമില്ല. നമ്മുടെ വിജയത്തിൻ്റെ സമവാക്യങ്ങളെ നമ്മൾ പൊളിച്ചെഴുതേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നേടുന്നതാണ് വലിയ കാര്യമെന്ന്. ക്രിസ്തീയ ജീവിതത്തിൽ വരുമ്പോഴും എവിടെയൊക്കെയോ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, എനിക്ക് കുറേ അനുഗ്രഹം വേണം, ഈ പാതയിൽ പോയാൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഈ പാതയിലോട്ട് കയറുമ്പോൾ എനിക്ക് വേണ്ടി ജീവൻ തന്നെ സ്നേഹിച്ച് എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് നോക്കിയിട്ട് അവന് വേണ്ടി അന്ത്യശ്വാസം വരെ വെക്കാൻ തയ്യാറാണെന്ന് എത്ര പേര് പറയും? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. പഴയ ദേവദാസന്മാർ പാടി, ഈ ലോകമാം ഗംഭീര വാരിതിയിൽ വിശ്വാസ കപ്പലിൽ ഞാൻ ഓടിയിട്ട് നിത്യവീടൊന്നുണ്ട് അവിടെ എത്തി കർത്തനോട് കൂടെ എനിക്ക് ആശ്വസിക്കണം. അതുവരെ ഞാൻ യാത്ര ചെയ്യും ക്രൂശെ നോക്കി. എൻ്റെ കർത്താവ് എന്ത് പറയുന്നോ അതെല്ലാം ഞാൻ അനുസരിച്ച് ജീവിക്കും എന്നൊരു പുതിയ സമർപ്പണത്തോടെ ഇരമ്യാവിൻ്റെ ജീവിതം നമ്മളെ ഓരോരുത്തരെയും ചലഞ്ച് ചെയ്യണം. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ടവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും.
അപ്പോസ്തല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ള യെരൂശലേം നിത്യഗ്രഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാം ജീവൻ വെച്ചിടും രക്ഷകനാം അന്ത്യശ്വാസം വരെയും ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ അംഗപ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മഹ
ശ്വാസം വരെയും വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകൻ യേശുവേ കുമ്പിടും ഞാൻ. കഷ്ടത പുഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മക്കൾക്ക് ഈ ഭാഗ്യം ലഭ്യം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും Please be seated.